ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കുട്ടികളുടെയോ അല്ലെങ്കിൽ മുതിർന്നവരുടെയൊക്കെ പഴയ ടീഷർട്ട് ഉണ്ടെങ്കിൽ കളയണ്ട കേട്ടോ. നമുക്ക് നല്ലൊരു ടിപ്പായിട്ട് ഇത് ഉപകരിക്കും. അപ്പോൾ നമുക്ക് ഒരു ടീഷർട്ട് ഇതുപോലെ ഉണ്ടെങ്കിൽ വലുതായാലും ചെറുതായാലും കുഴപ്പമില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് മറച്ച് വെച്ചതിന് ശേഷം ഈ ഒരു രണ്ട് കൈയിൻ്റെ ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ. ഞാനിത് നിന്ന് ജസ്റ്റ് ഞാൻ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഓപ്പൺ ആക്കിയ ഭാഗം വെച്ചാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് മിക്സിയൊക്കെ നമ്മൾ സാധാരണ ഇതുപോലെ തുറന്നിട്ടാണ് ചെയ്യാറ്, അല്ലെങ്കിൽ നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ കൊണ്ടിട്ട് ചിലപ്പോൾ മൂടി വെക്കാറുണ്ട്. ഏറ്റവും നല്ല കംഫർട്ട് എന്ന് പറയുന്നത് തുണി കൊണ്ട് തന്നെ നമുക്ക് മൂടി വെക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ടീഷർട്ട് ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കെട്ടിയതിന് ശേഷം ഒന്ന് ഉള്ളോട്ടേക്ക് മറച്ചു കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു കവറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. മിക്സി അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഒട്ടും പൊടി കിടക്കുകയുമില്ല, പ്രാണിയോ പല്ലിയോ പാറ്റിയോ ഇവയൊന്നും ഇതിൽ കയറുകയുമില്ല. അപ്പോൾ ടീഷർട്ടിൻ്റെ ഒക്കെ തുണിയായതുകൊണ്ട് തന്നെ അത്യാവശ്യം കട്ടി ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ടിപ്പ് വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യുക. അതുപോലെ മറ്റൊരു ടിപ്പ് പറയുന്നത്, ഇതുപോലെ പഴയ മാക്സിയൊക്കെ ഉണ്ടെങ്കിൽ, ഇനി അതുപോലെ തന്നെ ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ, പഴയ മാക്സിയോ ടോപ്പോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ടിപ്പ് കൂടി ഞാൻ ഷെയർ ചെയ്യാം. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു രണ്ട് കൈയും നമ്മൾ ഈ ഒരു കഴുത്തിൻ്റെ ഭാഗത്ത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ച് കൊടുക്കുക. ജസ്റ്റ് ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത്, ഇതുപോലെ പഴയ സ്റ്റൂളോ അതുപോലെ തന്നെ നമ്മുടെ ഉയർന്ന പലയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ പഴയൊരു സ്റ്റൂളാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരു ലോണ്ട്രി ബാസ്ക്കറ്റാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു നൈറ്റി ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്കൊന്ന് വിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ലെവലിലായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ആ കെട്ടിയ ഭാഗം അടിയിലേക്കും നമ്മുടെ അടിയിലെ ഓപ്പൺ ഭാഗം ഇതുപോലെ സ്റ്റൂളിൻ്റെ മുകളിലേക്കായിട്ട് വരുന്ന ആ ഒരു രീതിയിലാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായി സ്റ്റൂളിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. നമുക്ക് നല്ലൊരു ലോണ്ട്രി ബാസ്ക്കറ്റ് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഡ്രസ്സൊക്കെ നമുക്ക് അതുപോലെ നമ്മൾ ഈ ലോണ്ട്രി ബാസ്ക്കറ്റ് വാങ്ങണമെന്നില്ല. ഇതുപോലെ നമുക്ക് ഡ്രസ്സൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ലോണ്ട്രി ബാസ്ക്കറ്റ് തന്നെയാണ് ഇത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ തറ്റത്ത് നമ്മൾ കെട്ടിക്കൊടുക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരുപാട് കെട്ടൊന്നും വേണ്ട. അപ്പോൾ ഒരുപാട് കെട്ടുന്ന സമയത്ത് ചിലപ്പോൾ ഇത് ആ ഒരു പൊസിഷനിൽ നിൽക്കാൻ ഇത് കിട്ടില്ല. അപ്പോൾ ഈ ഒരു ലെവലിൽ ചെറിയൊരു കെട്ടി കൊടുത്താൽ മതി. അല്ലെങ്കിൽ കെട്ടണം എന്നൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അത്രയും നന്നാവാം. ആ കൈ ഒന്ന് കട്ട് ചെയ്ത് ജസ്റ്റ് ആ കയറ്റിൻ്റെ ഭാഗത്തൊന്ന് അടിച്ചു കൊടുത്താൽ മതി. നല്ലൊരു ലോണ്ട്രി ബോക്സ് ആണ് നമുക്കിതിലൂടെ കിട്ടുന്നത്.